ഹായ് ഗൈസ്, വളരെ വിരളമായി കാണപ്പെടുന്ന ഒരു വലിയ വൃക്ഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വൃക്ഷത്തെക്കുറിച്ച് അറിവുള്ളതായിരിക്കാം. ഈ വൃക്ഷം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നാഗലിംഗപ്പൂമരം, ശിവലിംഗപ്പൂമരം എന്നും ചിലയിടങ്ങളിൽ കൈതോപ്പമരം എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ പൂവ് വളരെ പ്രത്യേക ആകൃതിയിലുള്ളതും ശിവലിംഗത്തെ പോലെ തോന്നിക്കുന്നതിനാലുമാണ് ഇതിനെ ശിവലിംഗപ്പൂമരം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പൂവ് വളരെ വലിപ്പമുള്ളതും ഭംഗിയുള്ളതുമാണ്. എന്നാൽ ഇതിന് വളരെ വ്യത്യസ്തമായ ഒരു ഗന്ധമാണുള്ളത്. ഈ ഗന്ധം ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇല, പൂവ്, തൊലി എന്നിവ ആയുർവേദ ചികിത്സയിൽ ഉപയോഗിക്കാറുമുണ്ട്. അതുപോലെ പാരമ്പര്യ ചികിത്സയിൽ ചൊറിച്ചിൽ, മുറിവ് എന്നിവയ്ക്കും ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കായ വളരെ വലിപ്പമുള്ളതും ബോളിൻ്റെ ആകൃതിയിലിരിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷുകാരിതിനെ കാനൻ ബോൾ ട്രീ എന്ന് വിളിക്കാറുണ്ട്. ആത്മീയ പ്രാധാന്യമുള്ള വൃക്ഷമായതിനാൽ ക്ഷേത്രങ്ങളിൽ കൂടുതലായി നട്ടുപിടിപ്പിക്കുന്ന വിശുദ്ധ മരമായി കണക്കാക്കപ്പെടുന്നു. ഇതൊക്കെയാണ് ഈ വൃക്ഷത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം.